കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ശോഭിക്കാൻ വി.ഡി. സതീശന് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ. കാലഘട്ടത്തിനനുസരിച്ച് കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനമായി കാണാം. സംഘടനാ കാര്യങ്ങളിൽ എന്ത് മാറ്റമെന്നത് കൂടിയാലോചനകൾക്ക് ശേഷമാകും. മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തലയെന്നും അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പരിപൂർണമായി ശോഭിക്കാൻ സതീശന് കഴിയും എന്ന് എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസ് തലമുറ മാറ്റത്തിന് നേതാക്കളുടെ പിന്തുണ. വി.ഡി. സതീശന് എല്ലാ പിന്തുണയും നൽകുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസ് തിരിച്ചു വരും. 2 കൊല്ലം മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷന്റെ സ്ഥിതി എന്താ? 2019 കിട്ടിയില്ലേ, ജയിച്ചില്ലേ? ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് തന്നെ ഒരു നാരോ മാർജിനാണ് നഷ്ടപ്പെട്ടത് ടോട്ടല്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ജയവും പരാജയവും ഉണ്ടാകും. ജയിച്ചാൽ അഹങ്കരിക്കത്തില്ല, തോറ്റാൽ നിരാശപ്പെടത്തില്ല, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. യുവതലമുറയെ ഏറെ സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വി.ഡി. സതീശൻ കരുത്തനാണ്. നിയമസഭക്കകത്ത് അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ ഇതിനു മുമ്പ് വളരെ പ്രകടമായി പല സന്ദർഭങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഭൂരിപക്ഷം നിയമസാമാജികന്മാർ വിശ്വാസം രേഖപ്പെടുത്തി. ആ ഭൂരിപക്ഷ വിശ്വാസത്തെ മാനിച്ചു ഹൈക്കമാൻഡ്. ഇതാണ് കറക്റ്റ് അപ്രോച്ച്, ഇതാണ് ശരിയായ വഴി. മുന്നോട്ട് കോൺഗ്രസിന് പോകാനുള്ള ഏറ്റവും കരണീയമായ മാർഗം ഈ മാർഗമാണ്. എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുത്തു പോവുക. ഗ്രൂപ്പിനതീതമായി കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും കൈമുതലായുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടെത്തി അവരെ പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രമേ ഒരു പാർട്ടിക്കകത്ത് ഒരു റിവൈവൽ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് ഉന്നയിക്കാനും UDFനെ നിയമസഭയ്ക്കകത്തും പുറത്തും നന്നായി നയിക്കാനും ശ്രീ വി.ഡി. സതീശന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ കഴിവ് തീർച്ചയായിട്ടും പാർട്ടിക്കും മുന്നണിക്കും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസരോചിതമായിട്ട് തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഇതൊരു തലമുറ മാറ്റത്തിന്റെ തുടക്കം ആയിട്ട് കാണുക. തീർച്ചയായിട്ടും പുതിയ ആളുകൾ വരട്ടെ. 21 MLAമാരും ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് അതീതമായിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 21 MLAമാരുടെ ആ ഒരു വികാരം കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസുകാർ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ഏകമനസ്സോടുകൂടി വളരെ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ആ ഒരാശയം ഞങ്ങൾ കൈമാറി. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ശക്തിപ്പെട്ട് വരല് രാജ്യത്തിന്റെ ആവശ്യമാണ്. അതാണ് കോൺഗ്രസ് എടുക്കുന്നതിന് ഉത്തമം എന്ന് തോന്നുന്ന നടപടികൾ അവർ ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. അവർ ചർച്ച ചെയ്തെടുക്കുന്ന അത്തരം നടപടികളെ ഒക്കെ ഞങ്ങൾ പിന്തുണക്കും. ഊർജ്ജസ്വലത അതുപോലെ തന്നെ നല്ല പ്രവർത്തനം ഒക്കെ പ്രതിപക്ഷത്ത് ഉണ്ടാവാൻ തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവിധ പിന്തുണയും കൊടുക്കും. ചെന്നിത്തല തികഞ്ഞ പരാജയമായിരുന്നു എന്ന് പി.ജെ. കുര്യൻ. ഭരണപക്ഷത്തെ കുറ്റം പറയുക മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം. ചെന്നിത്തലയെ മാറ്റണമെന്ന് താൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. വി.ഡി. സതീശനെ നേതാവാക്കിയ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. ഗ്രൂപ്പല്ല, പാർട്ടിയാണ് വലുത് എന്ന് കരുതുന്ന നേതാക്കന്മാർ പാർട്ടിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനും ഈ മാറ്റം ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. KPC പ്രസിഡന്റ് മാറണമെന്നുള്ള കാര്യം, ഇത് പ്രതിപക്ഷ നേതാവ് മാറണമെന്നുള്ളത് ഹൈക്കമാൻഡ് ഒരു കമ്മിറ്റി ഇവിടെ വന്ന് ഹൈക്കമാൻഡ് പ്രതികളുടെ വന്ന് നേതാക്കന്മാരോട് ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ്. KPC പ്രസിഡന്റ് മാറണം എന്നുള്ളത് അതുപോലെ തന്നെ ഹൈക്കമാൻഡ് നേതാക്കന്മാരോട് എല്ലാവരോടും ചർച്ച ചെയ്ത് എടുക്കേണ്ടതായ തീരുമാനമാണ്. KPC പ്രസിഡന്റ് ഒഴിയുന്നതിന് തടസ്സമായിട്ടൊന്നും നിൽക്കുന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് മാത്രം കാര്യമില്ലെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. എന്ത് മാറ്റം വേണമെന്ന് പാർട്ടി ആലോചിക്കണം. തലമുറ മാറ്റം എന്നത് ഒരു പറ്റം നേതാക്കളെ ഇല്ലാതാക്കലല്ലെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. നന്മയ്ക്ക് വേണ്ടി ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ടാക്കണം എന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ പോലും കരുതിയിട്ടുണ്ടാകുമെന്ന് എനിക്ക്